എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് ഈ വീഡിയോ ചെയ്യുവാനുള്ള പ്രചോദനം. അതിനാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 100 കൊല്ലം മുമ്പ് മലയാള വർഷം 1098 1923 കർക്കിടക മാസം 12-ാം തീയതി തൃക്കലശാട്ട് കഴിഞ്ഞ് 41-ാം നാൾ ഒറ്റപ്ലാവ് മലയിൽ ഉരുൾപൊട്ടി ആ മണ്ണ് മുഴുവനായും കൊട്ടിയൂർ യാഗഭൂമിയിൽ പതിച്ചു. അക്കരെ കൊട്ടിയൂർ മുഴുവനായും മണ്ണിനടിയിൽ. അക്കാലത്ത് കൊട്ടിയൂരിൽ ഇക്കരെ ക്ഷേത്രവും ക്ഷേത്രത്തിലെ കഴകക്കാരായ 4-5 പേരും കുറച്ച് കുറിച്ച് സമുദായക്കാരും മാത്രമായിരുന്നു താമസം. ക്ഷേത്ര ഊരാളന്മാരും മറ്റ് അടിയന്തിരക്കാരുമായിട്ടുള്ള ആളുകൾ 10 നാഴിക, അതായത് 15 കിലോമീറ്റർ പടിഞ്ഞാറ് മണത്തണ ഗ്രാമത്തിലാണ് താമസം. കൊട്ടിയൂർ മുതൽ മണത്തണ വരെ ജനവാസമില്ല. ഘോര വനപ്രദേശമാണ്. ഉരുൾപൊട്ടിയത് ഉച്ചയോട് കൂടിയ നേരത്ത്. മണത്തണ നാട് ഈ വിവരമറിഞ്ഞത് രാത്രിയും. അക്കാലത്ത് മണത്തണയിൽ പ്രായപൂർത്തിയായ പുരുഷന്മാർ കുറച്ചുപേർ മാത്രമേയുള്ളൂ. വാഹന സൗകര്യമില്ല, യന്ത്രങ്ങളില്ല, വൈദ്യുതിയില്ല, റോഡ് പോലുമില്ല. രാത്രി തന്നെ അന്നത്തെ കൊട്ടിയൂർ ക്ഷേത്ര ഊരാള പ്രധാനിയായ കരിമ്പനക്കൽ വലിയ ഗോവിന്ദൻ നായരച്ചൻ്റെ നേതൃത്വത്തിൽ ആളുകൾ കൊട്ടിയൂരിലെത്തി. നേരം പുലർന്നു നോക്കിയപ്പോൾ അക്കരെ പ്രദേശം മുഴുവൻ ചളി നിറഞ്ഞു നിൽക്കുന്നു. വാവലി പുഴ ദിശമാറി ഒഴുകുന്നു. ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ. ദുഃഖേന എല്ലാവരും മണത്തണയിലേക്ക് തിരിച്ചു പോന്നു. യാഗഭൂമി ഇല്ലാതായി എന്നെല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു. 4 മാസങ്ങൾ കഴിഞ്ഞ് വലിയ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കി തൃച്ചെറുമണ്ണ് വീണ്ടെടുക്കുവാനുള്ള പ്രയത്നം തുടങ്ങി. 6 മാസം നീണ്ടുനിന്ന ഭഗീരഥ പ്രയത്നം. കാടറിയുന്ന കുറിച്യരും പണിയരും മുന്നിൽ നടന്നു. കേട്ടറിഞ്ഞ് തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ തുടങ്ങിയ ഒട്ടേറെ നാടുകളിൽ നിന്നും ആളുകളെത്തി. താമസവും കൊട്ടിയൂരിൽ തന്നെ. മണ്ണും വെള്ളവും കലർന്ന് കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഒരു ചെളിത്തടം. അതായിരുന്നു അവസ്ഥ. ആ ചെളിത്തടത്തിൽ വട്ടളപാത്രമിറക്കി മരക്കോലുകൾ കൊണ്ട് തുഴഞ്ഞ് യാഗഭൂമിയിലേക്ക് അതിസാഹസികമായി മുൻപേ വഴിതെളിയിച്ചത് മണത്തണ കുളങ്ങരിയത്ത് രാമൻ നായർ. അവിടെ ചെന്നപ്പോൾ യാഗഭൂമിയിലെ അരയാൽ വൃക്ഷത്തിൻ്റെ ഉച്ചിത്തല മാത്രമുണ്ട് മണ്ണിന് മുകളിൽ അടയാളമായി. ആത്മവിശ്വാസം വിടാതെ പെരുമാളിൻ്റെ മണ്ണിൻ്റെ വീണ്ടെടുപ്പിനായുള്ള യജ്ഞം തുടങ്ങി. ഒറ്റപ്പിലാ മലയിൽ നിന്ന് കാടൻ മേച്ചിൽ കയറി വെളിച്ചപ്പെട്ട് ഉറഞ്ഞു വന്നു. അമ്പുകുത്തി മണിത്തറയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു. കൂറ്റൻ കുന്നിൻ്റെ വലിപ്പത്തിലുള്ള ഒരു പാറയ്ക്ക് അടിയിലായിരുന്നു ആ സ്ഥാനം. വിശ്രമമില്ലാതെ മാസങ്ങൾ നീണ്ട പ്രയത്നം ഫലം കണ്ടു. സ്വയംഭൂശില കണ്ടെത്തി. നായരച്ചൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ദുരന്തം തോറ്റു. 6 മാസത്തെ ശ്രമഫലമായി തൃച്ചെറുമണ്ണ് വീണ്ടെടുത്തു. അതുമുതൽ കയ്യാലകൾ ഉയർന്നും മണിത്തറ താഴെയുമായി. കൂടാതെ വാവലി 2ആയി. ഇടവാവലിയും വാവലിയും. കരിമ്പനക്കൽ ചാത്തോത്ത് ഗോവിന്ദൻ നായരുടെ ദൃഢനിശ്ചയത്തിനും ആജ്ഞാശക്തിക്കും മുന്നിൽ ആ വലിയ ദുരന്തം വഴിമാറി. ശ്രീ തൃച്ചെറുമണ്ണ് എന്ന കൊട്ടിയൂർ യാഗോത്സവത്തിൻ്റെ പാരമ്പര്യ ഊരാള തറവാടായ കരിമ്പനക്കൽ തറവാട്ടിൽ 1865 ജനിച്ച് 18-ാം വയസ്സിൽ ഊരാള സ്ഥാനം വഹിച്ച് 68-ാം വയസ്സിൽ 1933 കർക്കടകം 19-ന് സ്വർഗസ്ഥനായ മണത്തണയുടെ വലിയച്ഛനായ കരിമ്പനക്കൽ ചാത്തോത്ത് ഗോവിന്ദൻ നായർ. ശ്രീ യാഗോത്സവ ഭൂമിയെ ഇദ്ദേഹം 2 പ്രാവശ്യം തിരികെ കൊണ്ടുവന്നു. 1867 പ്രിവ്യൂ കൗൺസിൽ കേസ് വിധിപ്രകാരം ഊരാളന്മാർക്ക് തിരിച്ചു കിട്ടിയ ഭരണാധികാരം കോടതി മുഖേന നടപ്പിൽ വരുത്തി. കൊല്ലവർഷം 1099 അതിവർഷത്തിൽ ഉരുൾപൊട്ടി പൂർണ്ണമായും മണ്ണിനടിയിലായ യാഗഭൂമി വലിയധികാരിയുടെ മേൽനോട്ടത്തിൽ നടന്ന മനുഷ്യപ്രയത്നത്താൽ പൂർണ്ണമായും ഉത്സവ നടത്തിപ്പിന് സജ്ജമാക്കി.
ഈ രണ്ട് കാര്യങ്ങളുടെയും ചുമതലയും സാമ്പത്തിക ചെലവും ഗോവിന്ദൻ നായരുടേത് മാത്രമായിരുന്നത്രേ. മണത്തണ ചപ്പാരം ക്ഷേത്രം പുതുക്കി പണിതതും പുഴക്കൽ മടപ്പുര മുത്തപ്പൻ ദേവസ്ഥാനം നിർമ്മിച്ചതും ഇദ്ദേഹമാണ്. നമസ്തേ, താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.